ഒരു പെൺകുട്ടിക്ക് ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഓൾറെഡി ഈ ന്യൂസ് പലയിടത്തും സ്പ്രെഡായി കഴിഞ്ഞു. ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ചാനലിനെ കോണ്ടാക്ട് ചെയ്തു. ഓക്കെ, ഞാൻ അത് ചാനലിനെ കോണ്ടാക്ട്, പക്ഷെ ഞാൻ ആ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ എന്താ പറയുക 80% കാര്യങ്ങളും വന്നിട്ടില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അലിഗേഷൻ ഒരു പെൺകുട്ടിയുടെ പേർക്ക് വന്നു കഴിഞ്ഞാൽ അതിന് കംപ്ലീറ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാണ്ട് ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസോ ഫോട്ടോസോ ഒന്നും തന്നെ പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കാനുള്ള റൈറ്റ്സ് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഞാൻ ചാനലിനെ കോണ്ടാക്ട് ചെയ്തപ്പോഴും അവർ ആദ്യം എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല. ഇത് കിട്ടാനുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും എൻ്റെ ഭാവിനെ പോലും എനിക്ക് ദോഷമാവുന്ന രീതിക്കാണ് ഈ ന്യൂസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു കലാകാരൻ എന്ന് പറയുന്ന ഈ കാറ്റഗറിയിൽ ഒരുപാട് പ്രശ്നക്കാർ ഉണ്ടാവാം. എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി അറിയുന്ന ആരുമില്ല. സത്യം പറയാൻ ഒരു സാധാരണ ഒരു നോർമൽ ഒരു പെൺകുട്ടിക്കാണ് ഇത് സംഭവം. ഞാൻ സാധാരണ ഒരു പെൺകുട്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു റീസൺ, ഇന്നലെ എൻ്റെ പേരിൽ തെറ്റായ ഒരു പ്രചരണം ഇന്നലെ ന്യൂസിലൊക്കെ സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ഡ്രിങ്ക് ചെയ്ത് വണ്ടി ഓടിച്ചു, ആക്സിഡൻറ്റ് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആർട്ടിസ്റ്റാണ്, അപ്പോൾ എന്നെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു സീരിയൽ ചെയ്തിട്ടുണ്ട്, മഴവിൽ മനോരമയിലാണ്. ഞാൻ ആകെ ഒരേ ഒരു വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതെൻ്റെ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് തന്നെ ഒരു 3-4 മാസമായി. അപ്പം ഞാൻ ലൈവായിട്ട് ഇപ്പം ഞാൻ ഒരു പ്രൊജക്റ്റൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സീരിയൽ താരം വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിച്ചു, ആക്സിഡൻറ്റ് പറ്റി എന്നുള്ള രീതിക്കായിരുന്നു ന്യൂസ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇന്നലെ വാട്സപ്പിൽ നോക്കുമ്പോൾ ഒരുപാട് പേര് എനിക്ക് ഇതിൻ്റെ ലിങ്കും ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ട് ഇതെന്താ സംഭവം, ശരിക്കുള്ളതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര പെട്ടെന്ന് ഷോക്കായി പോയി. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് 24 ഓൺലൈവ് എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ പേജിൽ ആ ന്യൂസ് ചാനലിൽ എന്നെ പറ്റിയുള്ള എൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ഈ ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണുമ്പോഴത്തേക്ക് തന്നെ ഒരു 10-400 കമൻസ് ഓൾറെഡി അതിലുണ്ട്. അത്രയും ആ പോസ്റ്റ് വൈറലായിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്നെ പോലെ ഒരു പെൺകുട്ടി, പ്രത്യേകിച്ചും ആർട്ടിസ്റ്റ്, ഓക്കെ അതൊരു സൈഡിൽ, അതിലുപരി ഞാനൊരു പെൺകുട്ടിയും കൂടിയാണ്. അപ്പോൾ പെൺകുട്ടി ആയിക്കോട്ടെ ഒരു സ്ത്രീ ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് എൻ്റെ ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഫാമിലി തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ന്യൂസ് അറിഞ്ഞിട്ട് എൻ്റെ ബന്ധുക്കളും എൻ്റെ ഫ്രണ്ട്സും എനിക്ക് അറിയുന്ന വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ടെൻഷൻ അടിച്ചു, പ്രത്യേകിച്ച് എൻ്റെ അമ്മ. അപ്പോൾ വീട്ടുകാരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയും ഞാൻ പോലും അറിയാണ്ട് എൻ്റെ പിക്ചർ വെച്ചിട്ട് ഒരു ന്യൂസ് പുറത്തു വരിക എന്നുള്ളത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്ന് തന്നെയായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ആ പോസ്റ്റിൽ പോയി ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അറിയാത്തൊരു കാര്യമാണല്ലോ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് ഞാൻ പറയുമ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ബാക്കി മീഡിയാസിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ പലരും എനിക്ക് ലിങ്ക് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൺലൈൻ പല മീഡിയാസിലും ഇത് ഓൾറെഡി ഷെയറും സ്പ്രെഡും ഒക്കെ ആയി കഴിഞ്ഞു. അത് മാത്രമല്ല, ചില ലോക്കൽ പേജസ്, ഈ മറുനാടൻ മലയാളി അതുപോലത്തുള്ള യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ലോക്കൽ ചാനൽസ് ഉണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ ഇതുപോലത്തുള്ള ലോക്കൽ ന്യൂസുകളൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന പേജുകളാണ്. അപ്പോൾ അതിലടക്കം ഈ ഡെയിലി ഹണ്ട് പോലുള്ള കുറേ ആപ്പുകളിലും കുറേ ന്യൂസസുകളിലും വന്നിട്ട് അതാണ് ഷെയർ ആയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കൂടുതലും ഷെയർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ 24 ന്യൂസിൽ പോലുള്ള ചാനൽസിൽ വന്നു, പിന്നെ മീഡിയ വൺ, റിപ്പോർട്ടർ, പിന്നെ ഏതായിരുന്നു അത് വരാമല്ലോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ചാനലിൽ ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ ഒബ്വിയസ്ലി മറ്റുള്ള ചാനൽ ഇതെടുത്ത് ഉറപ്പായിട്ടും ഷെയർ ചെയ്യും. അല്ലെങ്കിൽ അവർക്കൊരു കണ്ടന്റ് ആണ്, പ്രത്യേകിച്ച് ഒരു സിനി ആർട്ടിസ്റ്റ് എന്നൊരു ലെവലിൽ വരുമ്പോൾ ഉറപ്പായിട്ടും അവർക്കൊരു കണ്ടന്റ് തന്നെയാണ്. അപ്പോൾ ശരിക്കും അവരത് ചെയ്യുന്ന സമയത്ത് അവിടെ എൻ്റെ ഫേസ് വെച്ചിട്ട് ഒരു ന്യൂസ് പോകുമ്പോൾ ഇതിൽ ഒരു തെറ്റും ചെയ്യാത്ത എന്നെയും എൻ്റെ ഫാമിലിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ വേറെ തന്നെയായിരുന്നു. അപ്പം ഇന്നലെ ഒരു 10-10:30 മണിക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കേട്ടോ. ഒരു 10:30 കഴിഞ്ഞു. നമ്മൾ ആ സമയത്താണ് കാണുന്നത്. അതെ, ആ സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഞാൻ അറിയുന്നതിന് മുന്നായിട്ട് എന്നെ അറിയുന്ന ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും അറിഞ്ഞിരുന്നു. ഒന്ന്, ഞാൻ ഈ ഫോണിൽ നോക്കുന്ന കാര്യങ്ങൾ ഞാൻ വളരെ കുറവായിരുന്നു, ന്യൂസൊക്കെ വളരെ ശ്രദ്ധിക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് കാണാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഞാൻ ശരിക്കും ഫസ്റ്റ് ആ പോസ്റ്റ് കാണുന്ന സമയത്ത് അതിനുള്ളിൽ ഇപ്പം ആരെയും ഞാൻ കുറ്റം പറയുന്നതല്ല, കാരണം ഇപ്പോൾ ഇതുപോലത്തെ ന്യൂസ് ചാനലുകൾ കൊടുക്കുന്ന ന്യൂസ് തന്നെയാണ് നമ്മളെ പോലത്തെ സാധാരണ ആൾക്കാരെല്ലാവരും അറിയുന്നതും കാണുന്നതും. ഇപ്പോൾ പബ്ലിക്കാണെങ്കിലും അവർ ഒന്നും അറിയുന്നില്ല, കാരണം ഇതുപോലത്തെ ന്യൂസ് ചാനലിലൊക്കെ കൊടുക്കുന്ന ന്യൂസ് കണ്ടിട്ടാണ് അവർ പ്രതികരിക്കുന്നത്. കാരണം അതിൽ കൊടുക്കുന്നത് എല്ലാ ന്യൂസ് ചാനലിലും വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്നുള്ള രീതിയിലാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് കുറേ പേര് കമൻറ്റ് ചെയ്തിരിക്കുന്നത്.
അതായത് അത് ഒറിജിനലാണ്, ആ കാണുന്ന ആളാണ്, ആ കൊടുത്ത ഫോട്ടോയിലുള്ള ആളാണ് അത് ആ ആക്സിഡൻറ്റ് പറ്റിയെന്നുള്ളതൊക്കെ സംബന്ധിച്ചുള്ള കുറേ കമൻസ് ആണ് വരുന്നത്. അത് എന്താ പറയുക, നമ്മുടെ പേഴ്സണലി നമുക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. കാരണം നമ്മളെ അറിയാത്തവർ പോലും നമ്മളെ തെറിവിളിയും കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. മദ്യപിച്ച് വണ്ടി ഓടിച്ചു, പെണ്ണിന് എന്തോ ആവാം, അങ്ങനെയുള്ള രീതിയിലൊക്കെ കുറേ കമൻസ് ആണ് വരുന്നത്. അപ്പം ജനങ്ങളെ വരെ എന്താ പറയുക പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, നമുക്ക് ഒരു ലേഡിക്ക് താങ്ങാവില്ല അപ്പുറമാണ് ഇങ്ങനെയുള്ള കുറേ ന്യൂസ്, ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നത് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ പ്രതികരിക്കുന്ന ജനങ്ങൾ തന്നെ എന്താ പറയുക മണ്ടന്മാരാക്കുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാനടക്കം നമ്മളെല്ലാവരും തന്നെ ഒരു ന്യൂസ് കാണുന്നതിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് ഇതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് ന്യൂസ് വന്നിട്ടുണ്ടാവാം, ചിലപ്പം പ്രതികരിക്കാതെ പോയവരുണ്ടാവാം. പക്ഷെ ഞാൻ ഇത് പ്രതികരിച്ചത് ശരിക്കും ചില ആൾക്കാർ വിചാരിക്കും ഇപ്പൊ സീരിയൽ സിനിമ താരങ്ങളിൽ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്, അപ്പം അവർക്കൊക്കെ പല ഗോസിപ്സും വരുന്നത് കൊണ്ട് അതുപോലെ ഒന്നായിട്ട് പോകും. പക്ഷെ ഞാൻ എപ്പോഴും പറയുകയാണ്, ഞാൻ എപ്പോഴും എൻ്റെ ഈ ഒരു ഇൻഡസ്ട്രി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും സെക്കൻഡറി ആയിട്ട് വെക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ ഫാമിലിക്കും എൻ്റെതായ ഒരു പേഴ്സണാലിറ്റിക്കും കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതിലുപരി ഞാൻ പറയുന്നത് എൻ്റെ ഒരു ജോബായിട്ടാണ് ഞാൻ ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു മേഖലയെ ഞാൻ എൻ്റെ ഒരു ജോലിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ പറയാന്നുണ്ടെങ്കിൽ ഞാൻ ലൈവായിട്ടൊരു ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എങ്കിലും ഞാൻ അതിലുപരി ഞാൻ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്, ഞാനിപ്പോൾ ഒരു ഭാര്യയാണ്, പിന്നെ ഒരു മകളാണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണ് അതിലുപരി. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്യാത്തിടത്തോളം എൻ്റെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ ഫേസ് കാണിച്ചിട്ട് ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ചാനൽ 24 ന്യൂസിൽ ഇത്രയും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്ന ഇത്രയും ഒരു സോഷ്യൽ മീഡിയയിൽ അവരിങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ലൈഫിനെയും എനിക്കും പേഴ്സണലി ഉണ്ടായൊരു ബുദ്ധിമുട്ട് ശരിക്കും എനിക്കിത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. അപ്പം ഒരു ആർട്ടിസ്റ്റിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ചാനലിലാണെങ്കിൽ പോലും ഞാനിപ്പോൾ ഒരാളെയും കുറ്റം പറയുന്നല്ല കേട്ടോ. എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ പോലും ഞാൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അവിടെ നിന്ന് ഉണ്ടായിട്ട് പോലും ആ ചാനലിൽ നിന്ന് ഒരു റെസ്പോൺസിബിലിറ്റി പോലും അവർ കാണിച്ചിട്ടില്ല. അവർ കാണിച്ച ഒരു റെസ്പോൺസിബിലിറ്റി, ഇന്നലെ ഞാൻ ഈ ന്യൂസ് അറിഞ്ഞിട്ട് പല ആൾക്കാരും എന്നെ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എനിക്ക് എല്ലാവരോടും മറുപടി പറയാം, ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എനിക്കിത് ആരോടും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ആയിരുന്നു. അത് മാത്രം മതി, എനിക്ക് വേറെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് എൻ്റെ തുടക്കമാണ്, എന്നെ അറിയുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്, എന്നെ ആരും അറിയില്ല. ഇന്നലെ ഈ ന്യൂസിൽ തന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കി ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അലിഗേഷൻ ഒരു പെൺകുട്ടിയുടെ പേർക്ക് വന്നു കഴിഞ്ഞാൽ അതിന് കംപ്ലീറ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാണ്ട് ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസോ ഫോട്ടോസോ ഒന്നും തന്നെ പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കാനുള്ള റൈറ്റ്സ് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും. അങ്ങനെ തന്നെയാണ് കോർട്ടിലാണെങ്കിലും പറഞ്ഞിട്ടുള്ളത്, ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാണ്ട് ഒരാളുടെ പിക്ചർ കിട്ടിയാൽ ഉടനെ തന്നെ ഒരു ന്യൂസ് വിടുക എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള എന്താ പറയുക ഒരു വിവരക്കേട് തന്നെയാണ്. ശരിക്കും സാധാരണ രീതിയിൽ നടന്ന ഒരു കേസ് അല്ല, ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വെള്ളം ഒടിച്ച് വണ്ടി ഓടിക്കാന്ന് പറയുന്നത് അതൊരു പെൺകുട്ടീനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ രീതിയിൽ എനിക്കൊരു മോശമായിട്ടുള്ളൊരു പ്രവൃത്തി തന്നെയാണ്. പക്ഷെ അത് എൻ്റെ തലയിൽ അല്ലെങ്കിൽ എൻ്റെ ഫേസ് വെച്ചിട്ട് ഒരു ന്യൂസ് പോകുമ്പോൾ അത് എനിക്ക് എൻ്റെ കരിയറിൽ കിട്ടാവുന്നുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും എൻ്റെ ഭാവിനെ പോലും എനിക്ക് ദോഷമാവുന്ന രീതിക്കാണ് ഈ ന്യൂസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് നാളെ ഒരു വർക്ക് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് ഒരു വർക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ ഇൻഡസ്ട്രിയിൽ എനിക്ക് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ ഭാവിനെ ദോഷമാവുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ എല്ലാവരുടെയും വായ നമുക്ക് മൂടിക്കെട്ടാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഓൾറെഡി ഈ ന്യൂസ് പലയിടത്തും സ്പ്രെഡായി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അവസാനം അറിഞ്ഞൊരാളാണ് ഞാൻ. കാരണം നമ്മുടെ പല റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇങ്ങനെ സംഭവിച്ചോ എന്നൊരു ഇതിലാണ്. കാരണം എന്താണ് സംഭവിച്ചത് നമ്മൾ പറയില്ലേ, ഈ ന്യൂസിലൊക്കെ വരുമ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ഇത്രയും ഇങ്ങനെ ഒരു ന്യൂസ് ചാനലിൽ വരുമ്പോൾ ആരെങ്കിലും വിശ്വസിച്ച് പോകും. കാരണം ഇതൊക്കെ ശരിയായിരിക്കാം. പല കാര്യങ്ങളും പല തെറ്റുകളും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഫേസ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ പേർക്ക് ഒരു കേസ് ഇങ്ങനെ വന്നാൽ തന്നെ എന്തുകൊണ്ട് നടന്നുകൂടാ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം, ശരിയായിരിക്കാം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവാം. പക്ഷെ അതൊക്കെ നമ്മളെ കാര്യം അറിഞ്ഞിട്ട് ചാനലിനെ കോണ്ടാക്ട് ചെയ്തു.
ഞാൻ ചാനലിനെ കോൺടാക്ട് ചെയ്ത് എനിക്ക് ആദ്യം കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ ഒരു ലൈവ് ഇട്ടിരുന്നു. ലൈവിൽ ഞാൻ വ്യക്തമായിട്ട് ഞാൻ ആ ലൈവ് റിയാക്ഷൻ ഞാൻ എൻ്റെ യൂട്യൂബ് പേജിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കയറി നോക്കാം. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ശരിക്കും ആദ്യം വളരെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഫണ്ണി ആയിട്ടാണ് ഞാൻ ആ ലൈവ് പോലും ഞാൻ വൈൻഡപ്പ് ചെയ്തത്. കാരണം ഈ പോസ്റ്റ് കണ്ട വഴിക്ക് ആദ്യം എനിക്ക് എന്തെങ്കിലും ട്രോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സീരിയൽ താരം എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സീരിയൽ അഭിനയിച്ച ഒരു ക്ലിപ്പ് എടുത്തിട്ടാണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതായത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന, ഇപ്പൊ സീരിയലിൽ അങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻസ് ആണല്ലോ കൂടുതൽ ഉള്ളത്. അപ്പോൾ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ ഒരു സീരിയൽ നടി എന്ന് പറയുന്നുണ്ട്, അപ്പോൾ ചിലപ്പോൾ അത് ട്രോൾ ചെയ്ത് അങ്ങനെ കൊടുത്തതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നത്തേതിലാണ് എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായത്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ലൈവായിട്ട് വന്ന് പറയുകയാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ ആയിരിക്കാം. ഞാൻ കറക്റ്റ് ആ ലൈവ് ടൈമിൽ എനിക്ക് തോന്നുന്നു ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇന്നലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ 2-3 വീഡിയോസൊക്കെ ജസ്റ്റ് എൻ്റെ കുറച്ച് പേഴ്സണൽ വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പം ഞാൻ ആക്റ്റീവ് ആയിരുന്നു. അപ്പം എനിക്കിതാരും ബോധിപ്പിക്കുന്നതല്ല, ഞാൻ ട്രിവാൻഡ്രത്താണ് ബേസിക്കലി. ഈ സംഭവം നടക്കുന്നത് പത്തനംതിട്ട അങ്ങ് ഏതോ കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്താണ്. അപ്പം ഇവിടെയും അവിടെയും തമ്മിലൊരു ബന്ധമില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് വേറെ ആരെയും വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ വണ്ടി തന്നെ എനിക്ക് ഓടിക്കാം. എൻ്റെ വണ്ടിയല്ല, ഞാൻ പറയുന്നതാണ് ആ വീഡിയോയിലൊക്കെ ക്ലിപ്പിങ്സിലൊക്കെ കാണിക്കുന്നത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും എൻ്റെ ഈ ന്യൂസ് തന്നെ കിടന്ന് കറങ്ങുന്നുണ്ട്. പക്ഷെ ചാനൽ തിരുത്തിയിട്ടുണ്ട്. എങ്കിലും ഈ ആക്സിഡന്റ് നടന്ന സമയത്ത് എന്തായാലും ഇപ്പൊ സോഷ്യൽ മീഡിയ ഇത്രയും നല്ല ഒരു ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ആക്ട്രസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എങ്കിലും ആ നടന്ന സ്ഥലത്ത് നിന്ന്, ലൊക്കേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. എന്തുകൊണ്ട് അതൊന്നും ഇവർ വിടുന്നില്ല? എൻ്റെ ചോദ്യം അതാണ്. ഞാൻ റിയാക്ട് ചെയ്തതിന് ശേഷം ഫോട്ടോസും വീഡിയോസും ഒക്കെ വേറെ ആ ശരിക്കുള്ള വ്യക്തിയുടെ വന്നിട്ടുണ്ട്. ഞാൻ ആ വ്യക്തിനെ ശരിക്കും പറഞ്ഞ അത് ആർട്ടിസ്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തില്ല. അപ്പം രജിത എന്നുള്ളൊരു പേരാണ് അവർ പറയുന്നത്. അപ്പം എൻ്റെ പേര് അശ്വതിയാണ്. രജിത എന്നൊരു പേരിൽ എൻ്റെ ഫോട്ടോ കൊടുത്തു. പക്ഷെ എങ്കിലും ഫേസ് ആണ് അവിടെ റിവീൽ ആയിട്ടുള്ള കൂടുതലും, പേര് മാത്രമല്ല. ആ ഫേസ് ആണ്. ഇപ്പം നമ്മൾ ഒരാളുടെ മുഖം കാണിച്ചുകൊണ്ടാണ് ഒരു ന്യൂസ് പോയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഞാൻ ചാനലിനെ കോൺടാക്ട് ചെയ്തപ്പോഴും അവർ ആദ്യം എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ ഈ ലൈവ് ഇട്ടതിന് ശേഷം ഇവരുടെ ഈ പോസ്റ്റ് ഇവർ ഡിലീറ്റ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്ന പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ചാനലിൽ നിന്ന് എന്നെ വിളിച്ച്, എൻ്റെ കയ്യിൽ എല്ലാ പ്രൂഫുകളും ഉണ്ട്. കാരണം ഞാൻ എല്ലാം കോൾ റെക്കോർഡിങ്സ് ഒക്കെ ചെയ്ത് എല്ലാ പ്രൂഫുകളും ഞാൻ വെച്ചിട്ടുണ്ട്. ഏതൊക്കെ ചാനലിൽ എൻ്റെ ഈ ന്യൂസ് പോയിട്ടുണ്ടെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് സ്ക്രീൻ റെക്കോർഡ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഓപ്പൺ ചെയ്ത് കാണുന്ന എല്ലാ സ്ക്രീൻ റെക്കോർഡ്സും സ്ക്രീൻഷോട്ട്സും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാനിതിപ്പോൾ പറയാൻ കാര്യം, നമ്മൾ വ്യക്തമായിട്ട് ഒരു ധാരണ വരുത്തിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പോലും ചെയ്യുന്നത്. അപ്പം ഞാൻ ആ ചാനൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അവർ പിന്നെ എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് കുറേ അപ്പോളജൈസ് ചെയ്തു, എന്നോട് കുറേ മാപ്പ് പറഞ്ഞു. പിന്നെ അവരുടെ ടീമിനെ വിട്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ട് അവർ ലൈവ് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾ ഇവിടെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 11:30 മണിയായപ്പോൾ ഈ 11:30 മണിക്ക് എൻ്റെ വീട്ടിൽ മീഡിയക്കാർ കയറി ഇറങ്ങേണ്ട കാര്യമില്ല. ഒന്ന്, ഞാൻ ചെയ്യാത്തൊരു തെറ്റിന്. രണ്ട്, അവർ പറഞ്ഞു ശരി ഓക്കെ മാം, നിങ്ങളൊരു കാര്യം ചെയ്യ്, സൂം മീറ്റിങ്ങിൽ നമ്മൾ ലിങ്ക് ഇട്ടുതരാം, ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി ഓക്കെ, ഞാൻ അത് ചെയ്യാം. പക്ഷെ ഞാൻ ആ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ 80% കാര്യങ്ങളും വന്നിട്ടില്ല. ഞാൻ അവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ മീറ്റിങ്ങിൽ അവരോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചതും എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായ മാനസികാവസ്ഥയും ഞാൻ അവിടെ എല്ലാം ഞാൻ പറഞ്ഞിട്ടും 20 മിനിറ്റോളം പറഞ്ഞു. എന്നിട്ടും അവരുടെ സേഫ് പോയിന്റ്സ് മാത്രം കട്ട് ചെയ്ത് അവർ ലൈവിൽ വന്നു. പിന്നെ ആ ന്യൂസ് കണ്ടവർക്കറിയാം അവർ എന്ത് രീതിയിലാണ് എന്നോടൊരു മാപ്പ് പറയുന്നത്. എന്ത് വളരെ സിമ്പിളായിട്ടാണ് അവരതിനെ ഹാൻഡിൽ ചെയ്തത്. ഖേദിക്കുന്നു. എനിക്കുണ്ടായ ഒരു മാനസികാവസ്ഥ പോട്ടെ, എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായ ഒരു അവസ്ഥ ഞാനതൊന്നും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം എന്നെ അറിയുന്ന ചുരുക്കം ആൾക്കാർക്ക് അറിയാം. എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ട് 2 മാസമായിട്ടുള്ളൂ, 2.5-3 മാസം ആവുന്നേ ഉള്ളൂ. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എൻ്റെ ഫാമിലി കരകയറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നടന്നൊരു മരണമായിരുന്നു, അച്ഛന് വയ്യായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എൻ്റെ ഫാമിലി കരകയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് അമ്മയൊക്കെ ഓക്കെ ആയി വരുമ്പോൾ അതിനിടയിൽ ഇങ്ങനൊരു ന്യൂസ് സ്പ്രെഡായി മകളെ പറ്റി കേൾക്കുമ്പോൾ ഒരമ്മയ്ക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഇത് കാണുന്ന അമ്മമാർക്കും അല്ലെങ്കിൽ ആ അമ്മമാർക്ക് ഉണ്ടായ മക്കൾക്കും മനസ്സിലാവുമായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ട് ഉള്ളവർക്കൊക്കെ മനസ്സിലാവും ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ. അപ്പം ഞാനിപ്പോഴും പറയുന്നത്, ഞാൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ജോബായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനെ ഞാൻ സെക്കൻഡറി ആയിട്ട് വെച്ചിട്ടുള്ളൂ.
കാരണം അതിലുപരി ഞാനൊരു പെൺകുട്ടിയാണ്, ഞാനൊരു വൈഫാണ്, ഞാനൊരു ഫാമിലി കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കുണ്ടാവുന്ന അവസ്ഥകൾ വേറെ ആയിരിക്കും. അത് ഇങ്ങനെ ഫാമിലീനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ഇത് റിയാക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഞാൻ ലീഗലി എന്തായാലും ഇത് മൂവ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പ്രശ്നം നിസ്സാരാക്കി എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഇത് ഒട്ടുമിക്ക ഓൺലൈൻ മീഡിയാസ് ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അവർ ജസ്റ്റ് ഒന്ന് അപ്പോളജൈസ് ചെയ്തല്ലോ, അതിന് എനിക്കൊരു ലൈവ് വീഡിയോ ഇട്ടിട്ട് അവർ പോസ്റ്റ് ചെയ്തല്ലോ എന്നുള്ളതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സമാധാനിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിട്ടതാണ് ശരിക്കും, അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമിട്ട്. പക്ഷെ ഞാൻ രാവിലെ നോക്കുമ്പോൾ എന്നെ കൊളാബ് ചെയ്ത് അവർ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കൊളാബ് ആയിട്ട് അവർ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ന്യൂസിൻ്റെ. ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ ആ വീഡിയോ ഡിലീറ്റഡ് ആയിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞത്, അമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. ഇപ്പം അമ്മ എൻ്റെ കൂടെ അല്ല നിൽക്കുന്നത്. 3-4 മണി കഴിഞ്ഞപ്പോഴേ ഇതെങ്ങനോ ഹൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഈ വീഡിയോ ഇല്ല. ഞാൻ അതിൻ്റെ പ്രൂഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചാനലിൽ ഇല്ലാത്തതും എൻ്റെ പ്രൊഫൈലിലും അത് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കാർ വന്ന് നല്ലപോലെ അതിനകത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ജനങ്ങൾ അങ്ങനെയാണ്, തെറ്റ് കണ്ടാൽ പ്രതികരിക്കും. അത് ഇപ്പോൾ ഒരാൾ, ഇപ്പം എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നാലും ഒരു ചാനലിൻ്റെ ഭാഗത്ത് തെറ്റ് വന്നു കഴിഞ്ഞാലും ജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ ന്യൂസിൽ ഫസ്റ്റ് എന്നെ പറ്റി ഫേക്ക് ന്യൂസ് വന്നപ്പോൾ, തീർച്ചയായിട്ടും എൻ്റെ ഫേസ് കാണിച്ച് ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ ജനങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ച് എന്നെ ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതൊരു മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് പറഞ്ഞ് രണ്ടാമത് അവർ ന്യൂസ് തിരുത്തുമ്പോഴും ചാനലിന് അവർ തെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ രാവിലെ നോക്കുമ്പോൾ ഈ ന്യൂസ് കാണുന്നില്ല. ഞാനങ്ങനെ ചാനലിൽ ഇന്നലെ കോൺടാക്ട് ചെയ്ത 1-2 ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ അവരെ വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് ഫോൺ കിട്ടുന്നില്ല, റിജക്റ്റ് ആയി പോവാണ് എൻ്റെ കോള്. അത് കഴിഞ്ഞ് ഞാൻ വേറൊരാളെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റൽ സെക്ഷനിലുള്ള ആൾക്കാരൊക്കെ എന്നോട് സംസാരിച്ചായിരുന്നു, എൻ്റെ അല്ലേ റിപ്പോർട്ടർ സെക്ഷനിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് അവർക്ക് പെട്ടെന്ന് കിട്ടിയൊരു ന്യൂസ് ആയിരുന്നു. ഞാൻ മഴവിൽ മനോരമ എന്ന ചാനലിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ മഴവിൽ മനോരമയിൽ വർക്ക് ചെയ്യുന്ന ഞാൻ ചെയ്തിരുന്ന വർക്കിൻ്റെ പേര് എന്നും സമ്മതം എന്നാട്ടോ. അറിയാത്തവർക്ക് പറയാണ്, എന്നും സമ്മതം എന്ന് പറഞ്ഞ സീരിയലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിലെ ആക്ട്രസ് ആണെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഫോട്ടോ കൊടുത്തത്. ഞാൻ ശരിക്കും ഈ ഒരു ഇൻസിഡൻറ്റിൽ ഉള്ള ആർട്ടിസ്റ്റ് ആരാന്നുള്ളത് ഞാൻ നോക്കും. ഞാൻ കണ്ടിട്ടില്ല. എന്നും സമ്മതം എന്ന് പറയുന്ന സീരിയലിനകത്ത് ഇന്നേ വരെ ഒരു ചെറിയ റോളിൽ പോലും അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ വ്യക്തിനെ ഞാൻ കണ്ടിട്ടില്ല. Day 1 തൊട്ട് സീരിയൽ അവസാനിക്കുന്നവരെയും ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ ഹീറോയിനായിട്ടാണ് അതിൽ ചെയ്തത്. അപ്പോൾ എന്തിനിങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് കൊടുക്കുന്നത് അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞത് ഇത് പോലീസ് സൈഡിൽ നിന്ന് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, പോലീസൊക്കെ ഇങ്ങനെ ഒരു കാര്യങ്ങളും വ്യക്തതയില്ലാണ്ട് ഒരാളുടെ തലക്കടിച്ചേൽപ്പിക്കുന്നതാണോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു മീഡിയയിൽ ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ അതിൽ എത്രത്തോളം സത്യമുണ്ട്, പ്രത്യേകിച്ച് ഒരു പിക്ചർ കിട്ടുമ്പോൾ അതിൽ എത്രത്തോളം ഒരു സത്യം ഉണ്ട് എന്നുള്ളത് അന്വേഷിക്കാണ്ടാണോ ഇവരിങ്ങനെ? അതെ, എല്ലാത്തിലും ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ തലയിടുന്ന മീഡിയക്കാരാണ്. എന്നിട്ട് എന്താ പറയുക, ഇങ്ങനത്തെ ഒരു കേസ് അല്ലെങ്കിൽ ന്യൂസ് വരുന്ന സമയത്ത് അത് സത്യമുള്ളതാണോ, അതാണോ ആള്, ആ ആക്സിഡന്റ് നടന്ന വ്യക്തി ഇതാണോ എന്നുള്ള സ്പോട്ടിൽ പോയിട്ട് നോക്കണ്ട. അല്ലെങ്കിൽ ആരെങ്കിലും അറിയിപ്പിച്ച, അല്ലെങ്കിൽ പോലീസ് വഴിയെങ്കിലും ഇത് അറിയിക്കാനുള്ള ഒരു സാമാന്യ ബോധം ഇല്ലെന്ന് ഞാൻ അല്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു എന്തെങ്കിലും ഒരു സംഭവം നടന്ന, പ്രത്യേകിച്ച് ഒരു സിനിമ സീരിയൽ താരങ്ങൾ എന്ന് കേൾക്കുന്ന ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഒരാളെങ്കിലും ഫോണിൽ ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കാണ്ട് ഇരിക്കില്ല. സ്പോട്ടിൽ തന്നെ അതിന്റെ റിയാക്ഷൻ വരേണ്ടതാണ്. അപ്പം എന്റെ പേര് വെച്ചിട്ട് ഈ സാധനം സ്പ്രെഡ് ആവുന്നതല്ലാണ്ട് റിയൽ ആയിട്ടുള്ള വ്യക്തിയുടെ കാര്യങ്ങളൊന്നും പുറത്തോട്ട് വരുന്നില്ല. അവരുടെ വീഡിയോ വരുന്നില്ല, അവരുടെ ഫോട്ടോ വരുന്നില്ല. എന്നാൽ ആക്സിഡന്റ് ആയ വണ്ടിയുടെ കാര്യം മാത്രം കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് പ്രതികരിക്കും എന്നുള്ള രീതിയിലായ സമയത്ത് അവരെന്നോട് കുറെ എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. അവരെനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിക്ക് തന്നെ എൻ്റെ കൂടെ നിൽക്കാമെന്നും പറഞ്ഞു. പക്ഷേ രാവിലെ ആയപ്പോൾ അത് ഡിലീറ്റ് ചെയ്തതാണ്. ഞാൻ റിയാക്ട് ചെയ്യാനുള്ള റീസൺ ഇതാണ്. അവരെന്നോട് നന്നായിട്ട് പെരുമാറി, ഓക്കെ, ഞാനത് വിട്ടതാ. പക്ഷെ രാവിലെ ആയപ്പോൾ ആ സാധനം ഡിലീറ്റ് ചെയ്തു. നാട്ടുകാരുടെ തെറി സഹിക്കാൻ പറ്റാണ്ട് ഡിലീറ്റ് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടീമിനെ വിളിച്ച സമയത്ത് അപ്പൊ തന്നെ അത് അൺഹൈഡ് ചെയ്തു. അതെ, അൺഹൈഡ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരുടെ കൊളാബ് ചെയ്തിട്ടുണ്ട്. ആ കൊളാബ് ഇപ്പൊ കാണുന്നില്ല. അതായത് പുള്ളിക്കാരുടെ പ്രൊഫൈലിൽ മാത്രമേ ഇത് വരുന്നില്ല. ബാക്കി എന്റെ പ്രൊഫൈലിലൂടെ നോക്കുമ്പോഴും ബാക്കിയുള്ളവരുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ നോക്കുമ്പോൾ അത് അവിടെ കൊളാബായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരിക്ക് അത് ആ പ്രൊഫൈലിൽ അത് കാണുന്നില്ല. അത് ഒരു പക്ഷേ എന്തെങ്കിലും ടെക്നിക്കൽ എറർ ആയിരിക്കാം. ഞാൻ അതിൽ പ്രശ്നമില്ല. ഇപ്പൊ എന്റെ പ്രൊഫൈൽ ഉണ്ടെന്ന് തന്നെയാണ് എല്ലാവരും നോക്കുമ്പോൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത് റീപോസ്റ്റ് ചെയ്തു. അതായത് കൊളാബ് ചെയ്യാതെ തന്നെ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു 3 hours മുന്നേ. അപ്പൊ എന്തിനാണ് ഒരു ന്യൂസ് എന്താ പറയാ,
ഓൺലൈനായിട്ട് പോകുന്ന സമയത്ത് പിന്നെ അത് റീപോസ്റ്റ് ചെയ്യുന്ന ഒരു ന്യൂസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവരുടെ പേജിൽ ഇതുവരെ റീപോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ഇല്ല. വീണ്ടും വീണ്ടും അങ്ങനെ റീപോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക്. എന്തിനാണ് അവർ പിന്നെയും അത് തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? അതാ ഞാൻ എന്താ പറയാ, എനിക്കറിയില്ല. എനിക്ക് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലുകളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ആൾക്കാരുടെ ലൈഫിനെ എന്തുമാത്രം ബാധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് കണ്ടന്റ് ആണ്, ന്യൂസ് ആണ്. പക്ഷെ അതിൽ എത്രമാത്രം ശരിയുണ്ടെന്നുള്ളത് അവരാരും അന്വേഷിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഈ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ഇങ്ങനെ ഒരു ചാനലിൽ ഈ ഒരു പ്രശ്നം വന്നത്, അതും അവർ ഒട്ടും ഒന്ന് എന്താ പറയാ, ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോട്ടോ എങ്കിലും കണ്ടു. ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയാണ് കൊടുക്കുന്നത്. ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് അവർ ധൈര്യമായിട്ട് ഫോട്ടോ ഇട്ടത്. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം കേട്ടോ അത്. കാരണം ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്തോ വലിയ മോശക്കാരായിട്ടാണ് കാണുന്നത്. ഒരു ജോലിയാണത്. അത് നമുക്ക് നമ്മുടെ കഴിവിൽ പറ്റുന്ന ഒരു ജോലി. ആ ആർട്ടിസ്റ്റ്, ഒരു കലാകാരി, ഒരു കലാകാരൻ, ശരിയാണ്. ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു കലാകാരൻ എന്ന് പറയുന്ന ഈ കാറ്റഗറിയിൽ ഒരുപാട് പ്രശ്നക്കാർ ഉണ്ടാവാം. എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി അറിയുന്ന ആരുമില്ല. ഞാൻ ആരെയും എന്താ പറയുക, ആക്ഷേപിക്കുന്നതൊന്നുമല്ല. ഞാനും ഒരു ആർട്ടിസ്റ്റാണ്, എന്നിട്ട് ഞാൻ പറയുന്നതാണ്. കാണുമായിരിക്കും, എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് ആൾക്കാരിൽ എത്തിപ്പെടുന്നത് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരുടെ കാര്യങ്ങളാണ്. സാധാരണപ്പെട്ട ഒരുപാട് ആൾക്കാർ, എത്രയോ ആൾക്കാർ വെള്ളം ഒടിച്ച്, വണ്ടി ഓടിച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിരിക്കാം. അതൊന്നും ന്യൂസിൽ വരുന്നില്ല. അതങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അവരുടെ ഭാഗത്തൊരു ജെന്യൂനിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും ആക്ഷേപിച്ച് ഒരു മൂലക്കിട്ട് എന്താ പറയുക, സൈബർ ബുള്ളിങ് എന്ന പോലെ അവരെ ഒതുക്കാണ്ട് ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഒരു സമാധാനം കിട്ടുക. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്കും പ്രശ്നങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഒരുപാട് കാര്യങ്ങൾ ഡെയിലി നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ എല്ലാവരും ഒരു മൂലയ്ക്ക് അങ്ങ് തളിക്കാനെടുത്ത്. ഇപ്പൊ സത്യം പറയാമല്ലോ, ഇപ്പൊ ഒരു നോർമൽ ഒരു പെൺകുട്ടിക്കാണ് ഇത് സംഭവിച്ചത്. ഞാൻ സാധാരണ ഒരു പെൺകുട്ടിയാണ് കേട്ടോ. ഞാൻ അത് പറയാൻ കാര്യം, ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് എന്നെ കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നെ ആർട്ടിസ്റ്റ് ആയിട്ട് ദയവ് ചെയ്ത് എന്നെ അങ്ങനെ ഒരു കാറ്റഗറിയിൽ എടുക്കാണ്ട് എന്നെ ഒരു സാധാരണ ഒരു പെൺകുട്ടിയായിട്ട് തന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് എൻ്റെ ഈ കാര്യം ഒന്ന് നിങ്ങൾ എല്ലാവരും അങ്ങനെ ഒന്ന് കേട്ടാൽ മതി. എന്തുകൊണ്ട് ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറീനെ വേറൊരു ലെവലിലോട്ടാണ് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര പറയുന്നത്. മോശമായിട്ട് തന്നെയാണ് ആർട്ടിസ്റ്റുകളെ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് ജനങ്ങൾ. അതിന് കാരണക്കാർ ഈ മീഡിയ തന്നെയാണ്. അതെ, ഈ മീഡിയാസ് തന്നെയാണ് അതിന് കാരണക്കാര്. കാരണം ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ആർട്ടിസ്റ്റുകളെ പുറത്ത് അവരും ജീവിക്കാൻ അതായത് വേണ്ടി അവർക്ക് റേറ്റിംഗ് ആണ് ആവശ്യം. അതിനു വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള എന്താ പറയാ, ഓരോ ടൈറ്റിലാണ് ഇവർ കൊടുക്കുന്നത്. അതങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ കുറേ മോശമായിട്ടുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, കുറേ ആർട്ടിസ്റ്റുകൾ മരിക്കാത്ത, അതായത് ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാർ മരിച്ചു എന്ന് പറഞ്ഞിട്ട് വരെ മീഡിയാസ്, ഓൺലൈനായിട്ടുള്ള യൂട്യൂബ് ചാനൽസും അതുപോലെ തന്നെ കുറേ മീഡിയാസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വാട്സപ്പിൽ കുറെ സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ട്. കുറെ പ്രശ്നങ്ങൾ ഇതുപോലെ മുന്നേ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ സാഹചര്യത്തിൽ പറയാണ്, സൈബർ ബുള്ളിങ് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അതൊന്നും പ്രതികരിക്കേണ്ട വലിയ കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മുടെ ഭാഗം എന്താന്നുള്ളത് ക്ലിയർ ചെയ്ത് വിട്ടിട്ടുള്ള. പക്ഷെ എനിക്കിത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു, എൻ്റെ കരിയറിനെ എനിക്ക് നന്നായി ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഞാനിത് ലീഗലി എന്തായാലും മൂവ് ചെയ്യുന്നുണ്ട്. എന്നെ ഒരുപാട് പേര്, സത്യം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. വേറെ ഒന്നുമല്ല, ഇങ്ങനെ ഇത്രയും ഒരു മോശമായിട്ടുള്ള ഒരു ന്യൂസ് നമ്മുടെ ഫേസ് വെച്ച് ഇങ്ങനെ പോയിട്ടും എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഷോക്കായി പോയി. കാരണം ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞു, അശ്വതി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, നമുക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളത് വിശ്വസിച്ചിട്ടില്ല, ടെൻഷൻ ആവണ്ട. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ കാണുകയാണ്, നിങ്ങൾ നേരിട്ട്, നിങ്ങൾക്ക് ആർക്കും, ഒട്ടുമിക്ക ആൾക്കാർ ഇതിൽ തന്നെ നമ്മളെ കാണുന്ന പലർക്കും നേരിട്ട് നമ്മൾ എന്താണ് എങ്ങനെയെന്ന് അറിയില്ലായിരിക്കാം. പക്ഷെ നമ്മളടുത്ത് ആ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ ഒരു സമാധാനവും സന്തോഷവുമാണ്. അപ്പോൾ ശരിക്കും ഞാൻ ഈ എന്താ പറയുക, നമ്മൾ പറയാം ഉണ്ട ചോറിന് നന്ദികേട് കാണിക്കുന്നതല്ല, നമ്മൾ പറയാം നമുക്കൊരു മടുപ്പ് വരിക എന്ന് പറയില്ലേ, നമ്മളെ ഫാമിലിനെയും നമ്മുടെ ഭാവിനെയൊക്കെ ബാധിക്കുന്ന രീതിക്ക് നമ്മൾ എവിടെ നിന്നാലും നമ്മൾ മടുത്തു പോവാന്ന് പറയില്ലേ, ശരിക്കും അങ്ങനെ ഒരു മടുപ്പ് എനിക്കിപ്പോൾ തോന്നുക. കാരണം ഒരു തെറ്റും ചെയ്യാണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ വലിച്ചിടുക, അത് എനിക്ക് ഇത്രയും വിഷമം വരാൻ ഒരു ന്യൂസ് ചാനലിൽ ഇത്രയും സ്പ്രെഡാക്കി വിട്ടുന്നേ. ഇനി കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ഞാൻ ലീഗലി ഇത് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ മെയിനായിട്ടിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം, അവരുടെ കയ്യിൽ നിന്ന് വന്നൊരു അബദ്ധം തന്നെയാണ്. അല്ലെങ്കിൽ ഇതിനവർ നിസ്സാരാക്കില്ല. എനിക്കിപ്പോഴും ആ ചാനലിനോടുള്ളൊരു പ്രശ്നം, അല്ലെങ്കിൽ അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, വളരെ നിസ്സാരാക്കി അവരെടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊരു പ്രശ്നമാക്കില്ല. ഞാൻ സത്യം പറയാമല്ലോ, ഇതൊരു സാധാരണ പെൺകുട്ടിക്കാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെടുത്ത് അലക്കുമായിരുന്നു. എനിക്ക് വേറെ ഒന്നും പറയാനില്ല.
അങ്ങനെ ഒരു കുട്ടിക്കാണ് ആ ഒരു കുട്ടിയുടെ പിക്ചർ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ വെറുതെ വിടും? ഇല്ല. ഒരു ആർട്ടിസ്റ്റിനാണ് വരണമെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. അവര് ഒരു ആർട്ടിസ്റ്റ്, അപ്പൊ അത് ഗോസിപ്സ് ഒരുപാട് ഉണ്ടാവും, ആ അല്ല, രീതിയിൽ ഇതിൽ തന്നെ ജനങ്ങൾ എടുക്കും. ഇടപെടില്ല എന്നറിയാം. കാരണം ജനങ്ങൾ നേരെ തിരിയുന്നുള്ളത്, ആർട്ടിസ്റ്റുകൾക്ക് നേരെ തിരിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അവരങ്ങനെ തന്നെ, അവരുടെ ലൈഫ് അങ്ങനെ തന്നെ, ആർട്ടിസ്റ്റുകളല്ലേ, അത് അങ്ങനെ തന്നെ വരുള്ളൂ എന്നുള്ള രീതിയിലാണ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് എന്തായാലും നമ്മൾ ഇനി ഇങ്ങനെ റിയാക്ഷൻ കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. അല്ല, കാരണം ഇനി എന്താ വെച്ചാൽ ഇനി എന്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം കേട്ടോ. എന്റെ അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞ, ഞാനിങ്ങനെ അമ്മ ഉറങ്ങിയിട്ടില്ല ശരിക്കും. ആ അമ്മ ഇന്നലെ ഉറങ്ങിയിട്ടില്ല രാത്രി, കാരണം ടെൻഷൻ കൊണ്ടാണ്. അപ്പൊ നമ്മളടുത്തില്ല. അപ്പോൾ അമ്മയ്ക്ക് സങ്കടവും, അമ്മയ്ക്ക് ഒരുപാട് കോള് വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞതാണ്, ഒരു പെൺകുട്ടിക്ക് ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. വേറൊന്നുമല്ല, ഏതൊരു പെൺകുട്ടിയുടെ പിക്ചർ വെച്ചിട്ടും ഒരു ന്യൂസും തന്നെ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല, വ്യക്തമായിട്ട് ഒരു അലിഗേഷൻ ഒരു പെൺകുട്ടിയുടെ പേർക്ക് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് നമ്മൾ ഒരുപാട് ന്യൂസ് കണ്ടിട്ടില്ല. എത്രയോ എന്താ പറയാ, കളകടത്തും കൊലപാതകവും അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴും ആ ഫേസ് ബ്ലറായിരിക്കും, ഹൈഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് എന്റെ ഫോട്ടോ ബ്ലർ ചെയ്തില്ല? അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കേസ്, വെള്ളം അടിച്ചു വണ്ടി ഓടിച്ചു എന്ന് പറയുന്ന കേസ് ഇപ്പം ക്വൈറ്റ് നോർമൽ ആണ്. ഇങ്ങനത്തെ കേസ് വേറൊന്നുമല്ല, സാധാരണ ആക്സിഡന്റ് പറ്റുക എന്നുള്ള സംഭവം. പക്ഷെ എനിക്ക് സംഭവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എന്റെ ഫേസ് വെച്ച് അവർ കൊടുത്തിരിക്കുന്ന ന്യൂസ് എന്ന് വെച്ചാൽ, വെള്ളം അടിച്ചു വണ്ടി ഓടിച്ചു, വണ്ടി പോയി ഇടിച്ചു, 2 വണ്ടിയിൽ ഇടിച്ചു അല്ലേ, 2 2 വണ്ടി വണ്ടികൾക്ക് ആക്സിഡന്റ് ആയി, ആർക്കും പരിക്കില്ല. അത് വലിയ സംഭവമായി ഫോട്ടോ അടക്കം കൊടുത്ത് അടിപൊളിയാക്കിയിട്ട് അവര് പ്രചരിപ്പിച്ചു. എന്നോട് പലരും പറഞ്ഞു ഈ സംഭവത്തില് ഉണ്ടായിരുന്ന വ്യക്തി, ആർട്ടിസ്റ്റ് രജിത എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഒരു ചേച്ചി, എനിക്ക് അറിയത്തില്ല ആരാന്ന് പോലും, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ അവരുടെ ഫോട്ടോ അടക്കമുള്ള ന്യൂസ് എനിക്ക് അയച്ചിട്ട് പറഞ്ഞു, ഇതെടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് പറ ഇതാണ് ആള്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല, ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ അവിടെ ഫേസ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാല്, എനിക്ക് ആ ന്യൂസ് ഞാനല്ല അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാന്നുള്ളത് എനിക്ക് അറിയിക്കണം, എന്റെ പേജിൽ എനിക്ക് ഇടണമായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ഇട്ടു, പക്ഷെ ഞാൻ അവിടെ ഫേസ് ഹൈഡ് ചെയ്തു. പക്ഷെ ന്യൂസിലെല്ലാം സ്പ്രെഡ് ആയിട്ടുള്ള ഫേസ് ആണ് അവരുടേത്. ഞാൻ എന്റെ പ്രൊഫൈൽ എനിക്ക് ഇടാൻ തോന്നിയിട്ടില്ല, കാരണം ഞാൻ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അവരൊരു ലേഡിയാണ്. അപ്പൊ എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. അപ്പൊ അവരുടെ കാര്യം, ഞാൻ ആ കാര്യത്തിലോട്ട് പോകുന്നല്ല, പക്ഷെ എന്റെ ഫേസ് വെച്ച് വേറൊരു പേരിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഇത് ലീഗലി തന്നെ മൂവ് ചെയ്യും. കാരണം എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളും മാനനഷ്ടവും, അതിലുപരി ഇന്നലത്തെ ഒരു ദിവസം ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ രാത്രി എങ്ങനെ നമ്മൾ പോയി എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഉറക്കില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഒന്ന് നേരം വെളുത്താൽ മതി, രാവിലെ ആയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ശരിക്കും ഓരോ സിറ്റുവേഷൻസ് എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്നുള്ള നമുക്ക് തന്നെ വരുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുള്ളൂ. അപ്പം ഈ ന്യൂസ് ചാനൽ വിളിച്ച് തന്നെ ഒരു സോറി പറഞ്ഞു എന്ന് വെച്ചാൽ അവരുടെ പാർട്ട് അവിടെ കഴിഞ്ഞു. അവർ ശരിക്കും അവരുടെ വളരെ നീറ്റായിട്ട് അവർ തീർത്തു. പക്ഷെ അതിനുശേഷം സംഭവം അവർ ഒതുക്കി. കാരണം ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് വേറെ പ്രശ്നമില്ല. പക്ഷെ സാധാരണ ഒരു പെൺകുട്ടിയുടെ അടുത്താണ് ഇത് കളിക്കാൻ വന്നെങ്കിൽ ഇതിങ്ങനെയൊന്നും അവസാനിക്കത്തില്ലായിരുന്നു. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇപ്പം ബാക്കിയുള്ള ചാനൽസിലൊക്കെ ഇത് അറിയിച്ച്, ബാക്കി അവരെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ന്യൂസ് വീണ്ടും അത് മാറ്റി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത് മാത്രമല്ല, കുറെ പേജസ് ഈ ഡെയിലി ഹണ്ടിലുള്ള പോലത്തുള്ള കുറെ എന്താ പറയാ ലിങ്ക് കുറെ ഷെയർ ആയിട്ടുണ്ട്. അതിപ്പോഴും അതിൽ കുറെ കിടക്കുന്നുണ്ട്. ഈ ഫോട്ടോ വെച്ചിട്ട് തന്നെയാണ് കിടക്കുന്നത്. എനിക്ക് അതല്ല, നമ്മുടെ കൂടെ വർക്ക് ചെയ്ത പല ആൾക്കാർ ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറയാ, ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അറിഞ്ഞിട്ട് നിന്നെ വിളിക്കാന്ന് വെച്ചു, നീ അങ്ങനെ ചെയ്യുന്നുള്ളത് ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. കാരണം അവിശ്വസിച്ചില്ലല്ലോ നമ്മളെ. അപ്പൊ ആരെയും നമുക്ക് ബോധിപ്പിക്കാനല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള ഇത് ഒരു ന്യൂസ് ഇറക്കുക എന്നുള്ളത് ഭയങ്കര ഒരു പെൺകുട്ടിയുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇപ്പം ശരിക്കും എന്നെ ഇത്രയും, ഇപ്പൊ രാഹുൽ ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും എന്താ പറയാ, എനിക്കിതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലും എൻ്റെ ഫാമിലി പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു മരണം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോ ഇങ്ങനെയുള്ള, സത്യം പറഞ്ഞാൽ അതിലെ അച്ഛൻ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വിഷമത്തിൽ ഇരിക്കുമ്പോൾ അതിനപ്പുറം എനിക്ക് ഒന്നും അല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. എങ്കിലും ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ എങ്ങനത് മുന്നോട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള അറിയാത്തൊരവസ്ഥയിലാണ്. പക്ഷെ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ഇത്രയും ഉള്ളതുകൊണ്ട്, ഹസ്ബൻഡ് ഫാമിലി ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും അത്രയും നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും ബോൾഡായിട്ട് നിൽക്കാൻ പറ്റുന്നത്. പിന്നെ എന്തായാലും ഞാനിത് പ്രതികരിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും ഒരാൾക്ക് ഇങ്ങനത്തെ പ്രശ്നം വരരുത്. ഇനി ഏതൊരു ചാനലാണെങ്കിലും, ഒരു റിപ്പോർട്ടർ ചാനൽ എന്താണെങ്കിലും, ഒരു ന്യൂസ് വരുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ, ഞാനത് വേർതിരിവ് പറയുന്നില്ല, ഒരാളെ ഭാവിനെ ദോഷം ചെയ്യുന്ന ഒരു ന്യൂസും ഇവർ സ്പ്രെഡ് ചെയ്യരുത്.
ഇത് എനിക്ക് പറയാനുള്ളൂ. ഇതിനെന്തായാലും ഒരു അവസാനം നമ്മൾ കാണണമല്ലോ. എന്തായാലും ഞാനിത് ലീഗലി മൂവ് ചെയ്യാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത എന്നെ ഒരുപാട് പേര് എന്നോട് എന്താ പറയുക, നല്ല സന്തോഷമുള്ള വാക്കുകൾ അല്ലെങ്കിൽ സമാധാനിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓർത്ത് നമ്മളോട് അങ്ങനെ നല്ല വാക്ക് പറയുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ള റിക്വസ്റ്റ് ചെയ്ത് പറയാണ്. ഇന്നലെ ഈ ന്യൂസിനുള്ളിലൊക്കെ ഞാൻ കണ്ട പല കമൻറ്റ് സെക്ഷനിലും പല ആൾക്കാരും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചതാണ്. പലതും കണ്ട് നമ്മളത് തെറ്റിദ്ധരിക്കുന്നതായിരിക്കാം. പക്ഷെ ഒരാളെ ലൈഫുമായിട്ട് അത് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. എല്ലാവരും ഒരേപോലെ അല്ല, അതാണ് പറയാനുള്ളത്. എല്ലാവരും ഒരേ സിറ്റുവേഷനിലൂടെ അല്ല വരുന്നത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അവരുടെ ബാക്കിൽ എന്താണല്ലോ, അവരുടെ ഫാമിലി എന്താണ്, നമ്മളിപ്പോൾ പുറമേ കാണുന്ന മാത്രമാണ് എല്ലാവരും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഞാൻ എൻ്റെ ഫാമിലീനെ സ്വന്തമായിട്ട് അധ്വാനിച്ച് എൻ്റെ ഫാമിലിയെ നോക്കുന്ന ഒരാളാണ്. ഞാൻ ഹസ്ബൻഡിനെ പോലും ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ പറ്റും. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, അല്ലാന്നല്ല. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളും കൂടെ വലിച്ചു വാരി വെക്കാനുള്ള ഒരു ഇതില്ല. അച്ഛൻ പോയി, എൻ്റെ കുടുംബത്തെ ഞാൻ നോക്കുകയാണ്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയനും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ ഫാമിലീനെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിക്ക് ഇതൊക്കെ ഇനി ഉൾക്കൊള്ളാനും പാടാണ്. അപ്പം ദയവേത് ഈ ന്യൂസിനി മറ്റാരും എന്താ പറയുക സ്പ്രെഡ് ചെയ്യിപ്പിക്കാനോ ഷെയർ ചെയ്യാനോ നടക്കരുത്. ഇത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ.